ഹലോ ഗായ്സ്, പരിപ്പ് ഉടയ്ക്ക് പരിപ്പ് അരച്ചത്, സവാള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, കുറച്ച് മുളക് പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചൊക്കെയാണ്. അതകണ്ട ഗായ്സ്, വെച്ചൊക്കെയാണ്. എണ്ണ ചൂടാക്കാൻ എണ്ണ ഒഴിച്ചു. എണ്ണ അടുപ്പിൽ വെച്ച് നല്ല ചൂടായി. ഇനി നമുക്ക് ഈ വട ഉണ്ടാക്കാൻ ഇട്ട് കൊടുക്കാം. ഇത്ര ഷേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കാം. കണ്ടോ ഗായ്സ്, വട അങ്ങനെ എണ്ണയിൽ കിടക്കുകയാണ്. അതങ്ങനെ തിളച്ച് നല്ല ഇതായിട്ട് വരികയാണ്. ഉള്ളു വേകാൻ വേണ്ടി ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ പരിപ്പ് വട ആയിട്ടുണ്ട് ഗൈസ്. നമ്മളതിനെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്, അപ്പോൾ നമുക്കിനി അതിന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഗൈസ്, നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. എടുത്ത് ഇതിലോട്ട് ഇവിടേക്കെന്തോ പാത്രത്തിൽ നിന്നോട്ട് വരാൻ പാത്രത്തിൽ നിന്ന് വരാൻ ഒരു ഇഷ്ടക്കേട് പോലെ. ബാക്കിയുള്ളത് അതുപോലെ എണ്ണയിൽ വെച്ച് കൊടുക്കാം. ഇതിൽ നിന്നൊരു വട എടുത്തുകൊണ്ട് എൻ്റെ മോൾ ഓടി. അവളോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട്, കൊള്ളാമോ? വാങ്ങണേക്കാളും ടേസ്റ്റില്ലേ വീട്ടിലുണ്ടാക്കിയപ്പോൾ? ടാറ്റാ ബൈ ബൈ. ഇത്രയും വടയുണ്ട് ഗീസ്.